ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഗിന്നസ് പാക്രു ചേട്ടാൻ, ബിജുക്കുട്ടൻ ചേട്ടാ, നമസ്കാരം. എന്നാ പിന്നെ ഐശ്വര്യായിട്ട് ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് വിളിക്കാം തന്നാലോ? ആയിക്കോട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം ട്രിപ്പിൾ എസ്. ശ്യാമ്, സെൽവരാജ്, സൂര്യശ്രീ ഒരു നല്ല കൈഡി. അയ്യോ എന്റെ അണ്ണ, നിങ്ങൾ എന്തോ പണിയാണ് ഈ കാണിച്ചത്? അണ്ണാ നിങ്ങൾ എന്തൊരു പരിപാടിയാണ് ഈ കാണിച്ചത്? ഈ നാട്ടുകാരോട് ഞാൻ എന്തോ പറയുവണ്ണ. നിങ്ങൾ എന്തോ കാര്യത്തിനാണ് വെള്ളത്തിനകത്തോട്ട് എടുത്ത് ചാടിയത്? അണ്ണാ നോക്കിക്കേ, നല്ല കൊടംപുളി ഇട്ട് വറ്റിച്ചു വെച്ച നല്ല ഒന്നാന്തരം മീൻകറി ഉണ്ട്. കേറി വാ. എന്നെ വിളിച്ചായിരുന്നാ? ആര് വിളിച്ചു? നീയല്ലേ പറഞ്ഞ കൊടംപുളിയിട്ട മീൻകറി കൊണ്ട് കയറി വാന്നാന്ന് പറഞ്ഞു. നിങ്ങളെയാണോ ഞാൻ വിളിച്ചത്? എന്റെ കെട്ടിയൊന്നാണ് ആ വെള്ളത്തിൽ കിടക്കുന്നത്. അങ്ങാരെയല്ലേ വിളിച്ചത്? നിങ്ങൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, പോയി തപ്പിയെടുത്തോണ്ട് വാ അങ്ങാരെ. കൊള്ളാം കൊച്ചേ, എന്നാണ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടാ? നിന്റെ പേരെന്തേര്? സീന. സീനെ, ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞാ ഫയർഫോഴ്സിന്റെ വണ്ടി വെറുതെ കിടക്കുന്നതിന് ജോലിയൊന്നും ഇല്ല, നിന്റെ മാപ്പിളെ പിടിച്ച് കിണറ്റിയിടാൻ പറഞ്ഞില്ലല്ലേ? പിന്നെ ആ മാതിരി സംസാരിക്കും, മനസ്സിലായില്ലേ? ഫയർഫോഴ്സ് പറയുന്നു, വിജയ് അനുസരിക്കുന്നു, അത്രമാത്രം. അല്ല വേറൊന്നുമില്ല സംസാരിച്ചേ. ഞാൻ ചോദിക്കട്ടെ, ഇവ എന്തിനാ എടുത്ത് കണ്ടിച്ചാടിയത്? അതൊന്നും അറിയാതാണോ അങ്ങാരുടെ കൂടെ എടുത്ത് ചാടിയത് നിങ്ങള്? അല്ല, അത് അറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്. എന്തിനു ചാടിയെന്ന് പറ. നല്ല ഒന്നാന്തരം ഒരു കരകാട്ടക്കാരനാ എന്നെ കെട്ടിയോ. കരകാട്ടക്കാരനായിരുന്നാ? പിന്നല്ലേ, ഇന്നലെ വെളുപ്പാങ്കാലത്ത് നല്ലൊരു കരകാട്ടത്തിന്റെ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ വന്നു കിടന്ന മനുഷ്യനാ. ഏതോ ഒരു സ്പോൺസർ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ലാലു, അടുത്ത 7 ദിവസം നിനക്ക് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന്. ഇത് പറഞ്ഞ പാതി പറയാത്ത പാതി ഇങ്ങനെ ഓടി വന്ന് എന്നോട് പറയുവാ, എടീ കണ്ടവന്റെ അടുപ്പിൽ പോയി ചാടി ചാവുന്നതിന് നല്ല അല്ലയോ നമ്മുടെ കിണറ്റിൽ വന്ന് വീഴുന്നെന്ന് പറഞ്ഞെടുത്ത് ചാടി. അല്ല, യവ എന്തിനാ അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേര്? അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേര്? എന്റെ പൊന്നു ചേട്ടാ, വിറക് കൂട്ടി വെച്ച് കത്തിക്കുന്ന അടുപ്പിനകത്തല്ല, അല്ലേ അടുപ്പിച്ച് കരകാട്ടം ഉണ്ടെന്നാ പറഞ്ഞത്. കേട്ടത് മാറിപ്പോയി, ഇതിനകത്ത് എടുത്ത് ചാടി ചേട്ടാ. ഇങ്ങനെ ഉണ്ടാ മണ്ടന്മാര്. ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ അവിടെ കിടന്നു കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. നിന്നെക്കാട്ടിയോ കേട്ടി കിടക്കുന്നതിനാ നല്ലത്. മറിച്ച് അങ്ങോട്ടിട്ട് അവിടെ കിടക്കും, തിരിച്ച് ഇങ്ങോട്ടിട്ട ഇങ്ങനെ കിടക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യനായി കിടക്കുന്നത്. തന്നെ കിടക്കട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണും. എനിക്ക് സഹിക്കുന്നില്ല അണ്ണാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വക പോലും കഴിച്ചിട്ടില്ല അണ്ണാ, ഒരു വക പോലും കഴിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കിണറ്റിൽ കിടന്ന് വെള്ളം കുടിച്ചോണ്ട് കിടക്കുന്നത് പിന്നെ എന്തോന്ന് കഴിക്കാനാ? അങ്ങനല്ല, പിന്നെ ഞാൻ നേരം വെളുത്ത് ഇത്രയും സമയത്ത് ഒരു വക പോലും കഴിച്ചിട്ടില്ല. അല്ല, പൊളിത്തിയ ഭാര്യ എന്നാ, നല്ല കൊള്ളാന്തരായിരുന്നാലും പൊളിത്തിയ ഭാര്യ. എന്നെ ഭർത്താനോ നിങ്ങൾ പറഞ്ഞേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര സമയമായി? നിങ്ങൾ 2-3 മണിക്കൂറായോ ഇവിടെ കിടന്ന് തിരിഞ്ഞ് കറങ്ങുന്നല്ല? നിങ്ങൾ അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയോ? ഞാനൊരു ഓഫീസറാണ്. ഫയർഫോഴ്സ് പറയുന്നു, ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അല്ലാതെ ഒരു ഓഫീസറിന്റെ മുഖത്ത് കയറി സംസാരിക്കരുത്. ഞാൻ നിങ്ങൾ ശമ്പളം പറ്റിയല്ല കഴിയുന്നത്, അറിയാമോ? അങ്ങനെ ഒരു ഓഫീസറെ കയറി എന്തോന്ന് സംസാരിക്കുന്നത്? ഒരു മര്യാദ വേണ്ട. സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് പറഞ്ഞില്ലായിരിക്കും. അതല്ല, ജാതകത്തിൽ ചെറിയ വിഷയമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ആലോചന ഈ കിണറ്റി കിടക്കുന്നവന് മരിച്ചാ ഉണ്ടായില്ലെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് തങ്ങളെ ആലോചിക്കായി. നമ്മൾ നമ്മെ ആലോചിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ഈ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണോ? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല. ഇത് കണ്ട ആ കിടക്കുന്ന കാരവാനല്ല, ഫയർഫോഴ്സിന്റെ വണ്ടിയാണ്. എന്നിട്ടും മനസ്സിലായില്ലേ സ്ത്രീയെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് തിരിഞ്ഞടിക്കുന്ന വെള്ളത്തിലോട്ട് ചാടി സാറേ. നിങ്ങൾ ഈ ആജ്ഞാപിക്കുന്നത്, നിങ്ങൾ ആർത്താണ്? ഒരു ഓഫീസറിന്റെ മുഖത്തോട് നോക്കിയാണ് നിങ്ങൾ ആജ്ഞാപിക്കുന്നത്. എന്റെ മനുഷ്യ, ഇത്രയും സമയമായി നിങ്ങൾക്ക് അതിനകത്തൊന്ന് ഇറങ്ങി ചാടണം നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ അങ്ങനെ സംസാരിക്കും. ഈ കിണറ്റിനകത്ത് മൊത്തം കാറാണ്, കണ്ടാൽ കാട് പോലെ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങിയ വല്ല പുലിയെ കരടി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ഇല്ലാതാവൂലേ? വൃത്തിയായിട്ട് വർത്താനം അങ്ങനെ സംസാരിക്കുന്നത്. ഓഫീസർ മുമ്പ് സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് സംസാരിക്കണം. അതിന് മര്യാദ വേണമെന്ന് പറയും. മര്യാദ ഒരുമാതിരി പന്ന പറച്ചിലായി പോയി സാർ. ഞാൻ വിളിച്ചു വരുത്തിയതാ നിങ്ങളെ ഇങ്ങോട്ട്. ആണോ? അപ്പൊ നിങ്ങൾ വേണമായിരുന്നു അതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ പറയുന്നതിന് ഒരു നയം വേണ്ടേ? പറയുന്ന കാര്യത്തിന് നയം വേണ്ടേ? അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ട് നിങ്ങൾക്കല്ലയോ? അല്ല, അങ്ങനെ ചോദിക്കുകയും പറയാം. അതെന്തിനാ നമ്മളെ ഒരു കാര്യത്തിന്? സാറേ ചോദിക്കും സാറേ, എന്റെ കെട്ടിയോനെ ഈ വെള്ളത്തിൽ കിടക്കുന്നു, ഞാനോട് ചോദിക്കും സാറേ. മിസ്റ്റർ കാക്കിധാരി, 1962 ഫയർഫോഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഫയർഫോഴ്സ് വന്ന ശേഷം പൊതുജനത്തിന് സഹായം കിട്ടേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് അധികാരമുണ്ട്, സർക്കാരുമായിട്ട് സംസാരിക്കാൻ അധികാരമുണ്ട്. അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അല്ല, ഞാനേ മറുപടി പറയാൻ അങ്ങനെ. സാർ ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ഇവിടെ അടുത്തൊരു കരകാട്ടക്കാരുണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് ഞാനാണ് വിളിച്ചു പറഞ്ഞത് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ചായ നല്ല പാ നല്ല ആട്ടേണ്ടത്.
കഴിഞ്ഞ ആഴ്ച വെച്ച സെറ്റും അല്ല ഇതങ്ങാണ് ഇളകി തെറിച്ചു പോയി. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുമോ? സാർ അങ്ങോട്ട് മറന്തി അയാള്. അപ്പൊ നിങ്ങളാണല്ലോ എന്റെ കെട്ടിയോനെ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ എന്റെ ഒറ്റ പേരിൽ അങ്ങനെ ഇപ്പൊ ഈ വെള്ളത്തിൽ കിടക്കുന്ന അറിയാമോ നിങ്ങൾക്ക്? കരകാട്ടക്കാരനാണോ വെള്ളത്തിൽ? പിന്നല്ലാതെ കരകാട്ടക്കാരനല്ലാതെ എന്തിനാ ഈ കിണറ്റിയെടുത്ത് ചാടിയത്? ഇതിനകത്ത് ഇരുന്ന് കരകാട്ടം കളിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്യുന്ന തെറ്റാണ്. IP സെക്ഷൻ 320, IP സെക്ഷൻ 120, IPC സെക്ഷൻ 412 പ്രകാരം നിങ്ങൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരും. പിന്മാതിലൂടെയാണ് ഫയർഫോഴ്സ് കയറിയത് അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയും നേരം സെക്ഷൻ പറയൂലേ ഈ കെട്ടി കിടക്കുന്ന ആളിനെ എടുക്കുകയുള്ളൂ. ഇങ്ങനെ പറയുമ്പോ അങ്ങനെ അതിനകത്തോട് മുങ്ങിപ്പോയെന്നൊക്കെ പറയുമോ സാറേ? ഇങ്ങനെ ഞാൻ എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഇറങ്ങി മൊത്തത്തിൽ തപ്പി നോക്കി. ആരും പോലും വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ വെള്ളത്തിൽ കൂടെ അങ്ങ് താന്ന് പോയതെന്നാണ്. മുങ്ങിപ്പോയത് വെള്ളത്തിൽ പോയാണ്. എന്നെ വർത്താനം സാറേ അയാള് പറഞ്ഞേ. എടാ എന്റെ കെട്ടിയോനെ പറ്റി തനിക്ക് അറിയാവോ? 10 വർഷം മുമ്പ് കന്നാസും കൊണ്ട് മീനച്ചിലാറ് നീന്തി കിടന്ന മനുഷ്യനാ എന്റെ കെട്ടിയോൻ. അയ്യോ അപ്പൊ കണ്ണ് നീറത്തില്ലേ? എന്തിനാ? കന്നാസും കൊണ്ട് മീനച്ചാറി കിടന്ന് നീന്തി എന്ന് പറഞ്ഞു. മീനച്ചാറ് നീന്തിയെന്നല്ല, മീനച്ചിലാറ് നീന്തി കിടന്ന മനുഷ്യനാ എന്റെ കെട്ടിയോൻ. അറിയാമോ? അല്ല സാറേ, ഞാൻ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളീ കിണറ്റിൽ വീണ്ടും നമ്മുടെ ഒരു ഓഫീസിൽ സംസാരിക്കുന്ന ഒരു മര്യാദ വേണ്ടി. എത്ര വന്നു സാറേ ഇത്? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, വന്നപ്പോഴേ ആട്ടുന്നു 10 പവന. അണ്ണാ കേറി വേണ്ട, അണ്ണാ കേറി വേണ്ട. അണ്ണന്റെ സ്പോൺസർ താണ്ടെണ്ണ 10 പവന്റെ സ്വർണ്ണമായിട്ട് വന്നേക്കുന്ന കേറി വേണ്ട ഇങ്ങോട്ട്. എന്നാലും എന്റെ എണ്ണം വൈകുന്നേരം 4 മണിയാവുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ 4 പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈയും ആയിട്ട് കേറി വരും. എന്നിട്ട് അത് മൊത്തം സിനിമോളെ നീ കഴിക്കെന്നും പറഞ്ഞ് എനിക്ക് തന്നിട്ട് അതിന്റെ കൂടെയുള്ള ഗ്രേവിയുടെ ആ കവറിന്റെ അറ്റം അങ്ങോട്ട് പൊട്ടിച്ച് അതും കുടിച്ചോണ്ടൊരു മൂലക്കിരിക്കുവോ മനുഷ്യൻ. അറിയാമോ എന്തിയാടാ എന്റെ പൊറോട്ട ചിക്കൻ കറി? എന്റെ പൊറോട്ട ചിക്കൻ കറി എന്തിയാണ വാങ്ങിച്ച താണ്ടാ എനിക്ക്. ഒരു ഭർത്താവിനുള്ള അമിത സ്നേഹമല്ലേ ഈ ഭാര്യ? ഇത് അമിത സ്നേഹമല്ലെന്ന് തോന്നുന്നേ. പൊറോട്ട കിട്ടാത്തന്റെ കൊതിക്കറിവാണ്. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല സാറേ എന്റെ അണ്ണൻ. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല. വെടലിയിലാണോ മീശ? അല്ല, സാധാരണ ആളിനെ പോലെ അല്ലെന്ന് പറഞ്ഞു. അതാണ് സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല എന്റെ അണ്ണൻ. 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ വൈകിട്ട് കുടുംബത്ത് വരും. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിങ്ങനെ അങ്ങ് ഇരിക്കും. എന്നിട്ട് എന്റെ തോളയിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് അണ്ണൻ അല്ലാതെ മനസ്സിലായില്ല. അത് മനസ്സിലായില്ല, സംഭവം മനസ്സിലായില്ല എനിക്ക്. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല എന്റെ അണ്ണൻ. 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ കുടുംബത്ത് വരും. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നങ്ങ് ഇരിക്കും. എന്നിട്ട് എന്റെ കൈ തോളയിലോട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ പെണ്ണിന് എന്തോന്ന് പറയണത്? സിനിമോളെ എന്താ സംഭവം? എന്താ സാധാരണ ഒരു ആണുങ്ങളെ പോലല്ല. സാധാരണ വീട് 7 മണിക്ക് ശേഷം കാര്യം പറ. 7 മണിയാകുമ്പോ കുടുംബത്ത് വരും. എന്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തോളയിലോട്ട് കൈ വെക്കും. സിനിമോളെ നിങ്ങളെ വീട്ടിൽ വരുന്നതാണ് ഞാറക്കൽ വീട്, അല്ലാതെ ഞരക്കം വീടെന്നല്ലോ. 10 പേര് കേൾക്കത്തക്ക രീതിയിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറ. അണ്ണാ 7 മണിയാകുമ്പോ ഇങ്ങനെ കുടുംബത്തോട്ട് കയറി വരും. തോളയിലോട്ട് കൈ പിടിക്കും. എന്നിട്ട് എന്നോട് പറയും, എടി സിനിമോളെ ആ കൊട്ടൻ ചുക്കാതി എടുത്ത് എന്റെ മേലോട്ടൊന്ന് തിരുമടി എന്നും പറഞ്ഞ് കമന്നങ്ങ് കിടക്കുവണ്ണാ. എന്തിനാ 7 മണിക്ക് കയറി വരുന്നത്? ആളുകളെ വില കളയാൻ വേണ്ടി. എടാ എന്തിനാ കയറി വന്നിട്ട് കൊട്ടൻ ചുക്കാതി തിരുമാനാ? നീ അവിടെ തന്നെ കട കളിയാക്കുന്നു. നിങ്ങളൊരു ഉദ്യോഗസ്ഥനല്ലയോ? നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം വേണ്ടത്. ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രം. നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇത്രയും സമയമായില്ല ഒരാൾ വീണ്ടും. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ചിട്ടാവട്ടങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ താപനില അളക്കണം. താപനില പിന്നെ ഇല്ലെങ്കിൽ വ്യാപ്തം അറിയണം. ഇതൊന്നും വേണ്ട. ഇതിന്റെ വെയിറ്റ് എങ്ങനെ നമുക്കൊന്നും അറിയണ്ടേ? സിനിമോളെ കറക്റ്റ് ആയിട്ട് നമ്മളെ ഈ വെയിറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. വെയിറ്റ് എന്ന് പറഞ്ഞാ കഴിഞ്ഞ ഓണത്തിന് നല്ല കിടുക്കാച്ചി ഒരു മഞ്ഞ ഷർട്ട് വാങ്ങിച്ചായിരുന്നു. അതങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോക്കുണ്ട്. എന്തോ വെയിറ്റ് ആണെന്നറിയാവോ? അതാണാ പറഞ്ഞത്. നമ്മള് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അന്ത്യാപ്പീസിലെ പോക്കുകളെ കുറിച്ച് ഇനി മേലെ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആളിന്റെ വെയിറ്റ് പറഞ്ഞു കൊടുക്കേ. ആളിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ഭർത്താവിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ? 88 88 90 92 ഇത് ഏതെങ്കിലും ഉറപ്പിച്ചാൽ കറക്റ്റ് ആയി വെയിറ്റ് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു കണക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല അത് പറ്റൂല. കറക്റ്റ് വെയിറ്റ് അത് പറ്റൂലെന്ന് പറയാൻ എന്താ കാര്യം? നിങ്ങൾ അത്ര കാര്യമൊന്നുമില്ല. ഈ ഫയർഫോഴ്സ് ഒന്നും വരുന്നതിന് മുമ്പ് സാധാരണക്കാരായ ആൾക്കാരാണ് ഈ കിണറ്റിലൊക്കെ ഇറങ്ങിയിരുന്നത്. പൂച്ച വീണാലും എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കാര്യം വീണാൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കരമടച്ച പൈസ കൊണ്ടാണ് നിങ്ങളുടെ ഈ സേഫ്റ്റി ഈ സാധനങ്ങളൊക്കെ ഇല്ലേ അതുവരെ നിങ്ങൾക്ക് തരുന്നത്. അറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ സംസാരിക്കണം. അങ്ങനെ അത്ര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രക്ഷപ്പെടുത്ത്. ഞാൻ രക്ഷപ്പെടുത്താം. രക്ഷപ്പെടുത്ത്. എനിക്ക് സേഫ്റ്റി ബെൽറ്റ് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്താം. നിങ്ങളെ കരമടച്ച സേഫ്റ്റി ബെൽറ്റ് താഴെ ഇരിക്കുന്നു. രക്ഷപ്പെടുത്തുന്ന
എന്റെ തോളി കിടന്ന് എന്തിനാ ഇവിടെ? സാധാരണക്കാർക്ക് കിട്ടിയ അവസരം സാർ ഇറങ്ങണം. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം. മര്യാദ നിങ്ങൾ രക്ഷപ്പെടുത്ത്. മര്യാദ ഒരു മനുഷ്യനെ കെട്ടി വേണ്ടി ഇത്രയും സമയമായില്ലേ? ഞാൻ ഒരു കാര്യം പറയല്ലേ, ഈ മൂക്കിന് താഴെ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മൂക്കിന് താഴെ പിടിച്ചോ സാർ. സിനിമയുടെ ഞാൻ ഒരു കാര്യം പറയാം. നാലാമത്തെ തൊടിയിൽ തെറ്റലാണ്. തെറ്റി അടിച്ച് തലയും കുത്തി താഴെ പോകും. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കേ പറഞ്ഞില്ലെന്നു. ഈ കരമടച്ച പൈസ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ അവര് മേടിച്ചു, ശരിയാണ്. ആ പൈസ തന്നെ ശമ്പളമായിട്ട് കിട്ടുന്നത്. നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല, അവരല്ലേ ഇറങ്ങേണ്ട സിനിമകളെ. എന്റെ പൊന്നു സാറേ, നല്ല കൊച്ചു പിള്ളേർ ഇതിനകത്ത് വന്ന് ബോൾ വീഴുമ്പോ എടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്നതാ. അതിനകത്ത് തെറ്റലൊന്നും ഇല്ല. പിന്നെ ചിലപ്പോ സാറിന്റെ ഒരു പ്രായം വെച്ചിട്ടാണ് ചിലപ്പോ ഇറങ്ങാൻ. അതെന്തോ വർത്താനം സിനിമയിലെ പ്രായം വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ വയസ്സായാണ്. എന്റെ കൂട്ടുകാരൊക്കെ പ്ലസ് 2 ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യന്മാരാ. കൊള്ളാം, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പായലാണ് കൊച്ചു പിള്ളേർ ഇറങ്ങുന്നത്, പിന്നെ നമുക്ക് ഇറങ്ങാനാണ്. ആറാം തൊടിയിൽ ഭയങ്കരമായ ഒരു വങ്കുണ്ട്. വങ്കെന്ന് പറഞ്ഞ ഓട്ട ദോരം. അതിനകത്തൊരു കരിമൂർക്കൈ. ഞാൻ ഇറങ്ങിയപ്പോ ഒരു ചീറ്റല് വെച്ചം തുപ്പുന്നതായിരിക്കും. അത് കാര്യമാക്കണ്ട. വെളുത്തുള്ളി ഇരിപ്പുണ്ട്, എല്ലാം എടുത്ത് വെച്ചേക്കണല്ലേ? വെളുത്തുള്ളി ഇരിപ്പുണ്ട്. നീ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷയാവൂലേ? എന്റെ പൊന്നു സാറ് അതിനകത്തോട്ട് ഇറങ്ങി ഒരു ചില്ല ഒടിച്ച് നീങ്ങനാക്കി പാമ്പങ്ങ് പൊക്കോളൂ. ഇറങ്ങ് സാറേ അങ്ങോട്ട്. നമ്മുടെ ധൈര്യം നമ്മളിപ്പോ കാണിച്ചു കൊടുക്കും. നമ്മൾ സിനിമയുടെ 8ാം തൊടിയിൽ ഓക്സിജൻ ഇല്ലേ? ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ പിടഞ്ഞു വീഴും. സിനിമോളെ 4ാം ക്ലാസ് വെച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ബിനിസാർ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലെങ്കിൽ മരിക്കും. നമുക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല, പക്ഷെ ഓക്സിജൻ കഴിച്ചില്ലെങ്കിൽ മരിക്കും, ഉറപ്പാണ്. അപ്പൊ വേണ്ട, പുള്ളി തന്നെ എടുക്കട്ടെ. ഞാൻ തന്നെ എടുക്കുന്നത്. നിങ്ങളെല്ലാം എടുക്കാന്ന് പറഞ്ഞു നോക്കിയത്. പുള്ളിക്ക് പേടി. പുള്ളിക്ക് ഭയങ്കര പേടി. വെള്ളം കണ്ടപ്പോ പേടി പുള്ളിക്ക്. ഇത് നടക്കുകയല്ല സാറേ. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം പോയി. ഈ കിടക്കുന്ന ആരാന്നറിയാവോ? ഈ മനുഷ്യരെന്ന് പറഞ്ഞ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാ. ഒരു കുടിയില്ല, ഒരു വലിയില്ല, ഒരു തരത്തിലുള്ള ദുസ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാ സാറേ ഈ കിടക്കുന്ന. അറിയാവോ? ഇങ്ങാരുടെ കൂടെ ജീവിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെടുത്താം. നീ ഇറങ്ങും, ധൈര്യമായിട്ട് സാറാണോ? ഉറപ്പാണ്, ഇറങ്ങും. ഇതേ കണക്ക് തന്നെ കഴിഞ്ഞ ഞാൻ ജോലി കയറി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായി. വേറൊന്നുമല്ല, 4 പയ്യന്മാരോട് ടൂർ പോയി കേട്ടോ. സാറ് കേൾക്കണം. ഇത് ഒരു പയ്യൻ ഈ നീലമല എന്ന സ്ഥലത്തിന്റെ പേര് അഗാധമായ ഗർത്തത്തിൽ വീണു. നാട്ടുകാരും എല്ലാവരും പേടിച്ച് നിൽക്കുക. ഫയർഫോഴ്സ് തന്നെ പിറക്കെ നിൽക്കുക. ആർക്കും ഇറങ്ങാൻ വയ്യ. ക്യാമറ ഇളി കെട്ടി ഇറക്കലാന്ന് പറഞ്ഞു. ൂക്കനെ ഇറക്കി ഞാൻ ചെറുക്കനെ കെട്ടിപ്പിടിച്ച് പകുതിയോരെ വന്നപ്പോഴത്തേക്ക് ഇത് അങ്ങാട്ടും മുകളിൽ ഇങ്ങോട്ടും മുകളിൽ. ഞാൻ ഇവിടെ ലൂസടിടാന്ന് പറഞ്ഞു. ഒറ്റ വലി ഞാൻ കൊണ്ടുവന്ന് കിടത്തി. ഇപ്പൊ അവിടുത്തെ ആൾക്കാർ ഈ പയ്യന്മാർക്കിട്ട പേരാണ് നീലമല ബോയ്സ്. ഈ മഞ്ഞമൽ ബോയ്സുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചതേ, ഈ നീല മാറി അത് മഞ്ഞയാണെങ്കിൽ ചിലപ്പോ അതടിക്കും. അതുമായിട്ട് ബന്ധമില്ല. അങ്ങനെ സാറേ കഥ പറഞ്ഞത് മതി സാറേ. അകത്ത് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തി. നിനക്ക് ഞാൻ വാക്ക് ഞാൻ രക്ഷപ്പെടുത്താം. കുഴപ്പമൊന്നുമില്ല, ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇതിന് വേറെ കാര്യങ്ങളുണ്ട്, കുറെ ചടങ്ങുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും പ്രാർത്ഥിക്കണം. ഈ കയറ് രണ്ടുപേരും പിടിക്കണം കേട്ടോ. പ്രാർത്ഥന. ഭഗവാനെ കാന്താര കണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു. അതായത് ഞാനേ വിലപ്പിച്ച് പിടിച്ചോണ്ടേ, എന്റെ ജീവൻ നിങ്ങളെ കയ്യിലാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മള് 2 പേരാണ്. വിട്ടുപിടിക്കണോ അല്ലേ സാറേ? ഒന്ന് ഞാൻ ലൂസടി നിർമ്മാ വലിച്ചു കേട്ടണം. ലൂസടി. എന്തോ പോക്കാ ഇത് പോയത്. അനക്കമില്ല, ആവിയില്ല. ഇത് തുരങ്കത്ത് വീണ പോലെ ഒരു സൗണ്ട്. തുരങ്കം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. സാറേ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ച ഒരു കിണറായത്. ഈ കിണറിന്റെ അടിയിൽ ബ്രിട്ടീഷുകാർ ആയുധം കടത്താൻ വേണ്ടിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഞാനും കൂടെ കിണറ്റി വീണിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാറേ, ഈ തുരങ്കം അവസാനിക്കുന്ന എവിടെന്നറിയാമോ? എവിടെ? ഈ വാറ്റുകാരൻ രാജുവിന്റെ അവിടെ. ആ ജംഗ്ഷനിലെ തുരങ്കം അവസാനിക്കുന്നേ. വാറ്റുകാരൻ രാജു. താങ്കളുടെ ഭർത്താവ് എന്തൊക്കെ ചെയ്യില്ലെന്ന് പറഞ്ഞു? കുടിയില്ല, വലിയില്ല, ഒരു ദുസ്വഭാവം ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നെ കെട്ടിയവൻ. അപ്പൊ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ തുരങ്കമല്ല, നിന്റെ ഭർത്താവ് വാറ്റുകാരൻ രാജുവിന്റെ അവിടെ പോകാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തുരങ്കമാണത്. അപ്പൊ ഞാൻ അങ്ങനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? രാജുവിന്റെ അടുത്ത് പോയാൽ അവിടെ കാണും. സാറേ, ഇതിനകത്ത് ഭയങ്കരമായ തുരങ്കമുണ്ട്. അതൊക്കെ പറഞ്ഞ് ക്ലൈമാക്സ് ആയി. ഒരു നല്ല കൈയടി ബിജുക്കുട്ടൻ ചേട്ടാ. നന്നായിരുന്നു കേട്ടോ. എനിക്ക് ക്ലൈമാക്സ് ആണ് പറയാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ ക്ലൈമാക്സ് ഇല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ക്ലൈമാക്സ് ഇല്ലായ്മയിൽ നിന്നും ഒരു ക്ലൈമാക്സ്.
അത് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം ഈ ക്ലൈമാക്സ് കൂടെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേ പുള്ളിക്കാരൻ നീന്തി വന്ന് സാറേ ഇതിനകത്തൊരു തുരങ്കമുണ്ട്. നല്ല ക്ലൈമാക്സ് ആയിരുന്നല്ലോ, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നണത് പണ്ടത്തെ പോലത്തുള്ളൊരു കൗണ്ടറുകൾ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു തമാശ ഒരു ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ശ്യാം ഉഗ്രനായിരുന്നു കേട്ടോ, ശ്യാമും നന്നായിരുന്നു. അതുപോലെ തന്നെ സൂര്യശ്രീ ആദ്യം മുതൽ അവസാനം വരെ കയ്യിൽ നിന്ന് പോകാതെ ആ വൈഫിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു വിഷമമുണ്ട്, കാര്യങ്ങളുണ്ട്, അതിനകത്ത് നർമ്മം കൊണ്ടുതന്നെയുണ്ട്. അതെല്ലാം നല്ല ഗ്രാൻഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂര്യശ്രീ പോയിട്ടാണ്. പിന്നെ അത്യാവശ്യത്തിനുള്ള കൗണ്ടറുകളുണ്ടായിരുന്നു. അത്യാവശ്യത്തിൽ കൂടുതൽ കൗണ്ടർ ഉണ്ടാകുമ്പോഴല്ലോ നമ്മൾ മറ്റേ അത്യുഗ്രൻ എന്നൊക്കെ പറയണം, അതിമനോഹരം എന്നൊക്കെ പറയണത്. തമാശകളുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ നിലവാരം പുലർത്തിയിട്ട് വേണം ഇനി വരാനായിട്ട്. കാരണം കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരല്ല. അതിമനോഹരം, ഗംഭീരം എന്ന് പറയാവുന്ന സ്കിറ്റുകളായിട്ട് അടുത്ത പ്രാവശ്യം വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ലൈവ് ഉണ്ടായിരുന്ന ഒരു സ്കിറ്റാണ്. നല്ല നിങ്ങളുടെ ആ സബ്ജക്റ്റിന് എന്താണ് വേണ്ടത് അതെല്ലാം അത്യാവശ്യം ചേർത്തിട്ടുണ്ട് അതിൽ. പിന്നെ സെൽവൻ എന്താ മേലാഴിക വല്ലതും ഉണ്ടോ? ആ അതാണ് നിന്റെ അതിൽ ആ ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്. അത് ഇതിനകത്ത് ബാധിച്ചില്ല കേട്ടോ, ഉള്ളത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. ആ ക്ലൈമാക്സ് അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. സാധാരണ ക്ലൈമാക്സ് ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു അതിൽ നിന്ന് രണ്ടാമതൊരു ക്ലൈമാക്സ് കൊണ്ട് അടിച്ചത് അത് നല്ല രസമായിരുന്നു, നല്ല ചിരിക്കാനുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു ഒരു വൃത്തികേട് പറയാൻ തോന്നിയില്ല. കാര്യം അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉള്ളത് നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, നമ്മൾ സാധാരണ ഈ ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു ഇത്. ഈ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ തമാശയുടെ കുറവാണെന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് പരമാവധി കൗണ്ടർ കൂടാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളെടുക്കുന്ന ഒരു സബ്ജക്റ്റിനകത്ത് നിന്നിട്ട് നമ്മളെ മുഷിപ്പിക്കാതെ ആ സ്കിറ്റ് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിത് ചെയ്യുന്നതിനകത്ത് ഓരോരോ കാര്യങ്ങൾക്കും ഓഡിയൻസിൽ നിന്ന് നല്ല ചിരിയും കയ്യടിയും ഉണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് അവർ തന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ആ ഗ്രാഫ് കയറ്റി കൊണ്ടുവന്നിട്ട് അത് താഴേക്ക് പോകാതെ മെയിൻറ്റെയിൻ ചെയ്യും. ആ സൂര്യ ഭയങ്കരമായിട്ട് ആവേശത്തിൽ നിൽക്കുമ്പം അതേ ആവേശത്തിൽ സപ്പോർട്ട് ചെയ്തിട്ട് ശ്യാമും വന്നപ്പോൾ നല്ല രസമായിട്ട് വന്നു. ഇതിനിടയിലുള്ള സെൽവൻ്റെ കളിയുണ്ടല്ലോ, ഇവർക്കിടയിലോട്ട് കയറാനായിട്ടുള്ള കളി, അതുപോലെ തന്നെ മാറി നിന്നിട്ട് പറയുന്ന സാധനങ്ങൾ, ഈ സൈലൻറ്റ് കില്ലറായിട്ട് വന്നിട്ട് ഇടുന്ന സാധനമൊക്കെ പൊട്ടുന്നൊരു സംഭവമുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് സെൽവൻ അത് അവതരിപ്പിക്കും. പിന്നെ ഈ ബിജു പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സ് വളരെ എന്താ പറയുന്നത്, അടിച്ചു നിൽക്കുന്ന തരത്തിൽ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ തോന്നിപ്പോയി ഇത് അബദ്ധം പറ്റിയതാണോ അതോ അത് നിങ്ങൾ പ്ലാൻ ചെയ്താണോ എന്ന് തോന്നുന്ന തരത്തിൽ അത്ര ലൈഫായിട്ടാണ് പ്രസൻറ്റ് ചെയ്ത്. ഇത്തരം കാര്യങ്ങളെ എനിക്കുള്ളൂ ഈ സ്കിറ്റിനെ പറ്റി. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് പൈസ കൊടുത്ത് തുടങ്ങാം. പിന്നെ കൊടുക്കാം. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ. പക്രു ചേട്ടാ 11,000. 21,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക ബാക്കിതാ അയച്ചോ. ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ട് ആണ്. പനിയൊക്കെ മാറ്റിയിട്ട് ഉഷാറായിട്ട് വേഗം കേട്ടോ. നമുക്ക് മറ്റേ രാജുചേട്ടന്റെ വാറ്റിലൊന്ന് പോകണം. ശരി, ചേട്ടൻ അവിടെ പോയി എടുക്കണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റം വേറെ അടുത്ത ടീം റെഡി ആയിരിപ്പുണ്ട്. അനുകുമാരി ഉണ്ട്, സഞ്ജിതയുണ്ട്, രാജ് പാലോടുണ്ട്. നല്ല കൈഡി. ഹായ് എവരിബഡി. ഇന്ന് എൻ്റെ പെങ്ങടെ മോൻ്റെ കല്യാണമായിരുന്നു. സോ എനിക്കിപ്പോ 62 വയസ്സായി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ 38 വയസ്സുള്ള എൻ്റെ പെങ്ങടെ മോനിപ്പോൾ ഒരു കല്യാണം കഴിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിങ്ങളോട് നിന്ന് സംസാരിക്കാനായിട്ടുള്ള ടൈമില്ല. കാരണം എൻ്റെ ബിസിനസ് ഒരുപാട് അങ്ങ് ഡല്ലായിട്ട് കിടക്കണം ഈ കല്യാണത്തിനൊക്കെ വന്നുകൊണ്ടേ. സോ എൻ്റെ ബെൻസ് കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ. ഭ്രാന്ത. ഒന്നു ചേരും. എനിക്ക് 38 വയസ്സായി.
ഇത്രയും നാള് ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം കിട്ടി. എന്താണെന്നറിയോ? കപ്സിറപ്പല്ലേ? അപ്സരപ്പോ? നല്ല ചുമയുണ്ടല്ലോ. ചുമയോ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ സങ്കല്പത്തിനൊത്ത് ഒരു പെണ്ണെ കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം ചേട്ടന്റെ പ്രാർത്ഥന കേട്ടു, പക്ഷെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതെന്തോടി അങ്ങനെ പറഞ്ഞു? അതല്ല, ചേട്ടൻ വന്നിരുന്നേ, വന്നിരിക്കുന്നേ. എനിക്ക് എന്തോ കുത്തിക്കൊള്ളുന്ന പോലെ. അതാ മെത്തേനെ ചകിരികളായി കിടക്കുന്നുണ്ടായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞേ. പിന്നെ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തും പോലെ തോന്നിയാ. പിന്നെ ചേട്ടൻ അറിയാവോ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേട്ടനെ പോലെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കാൻ അറിയത്തില്ല. എന്താ? കറക്റ്റ് സ്ഥലത്താ വന്നേക്കണേ. ഒരു കാര്യം. അല്ല, ഭർത്താവിനെ പറ്റി ശാലിനിയുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുവാ. എന്റെ ഭർത്താവ് ഹാൻസം ആയിരിക്കണം. കല്യാണം പ്രമാണിച്ച് നിർത്തിയതാ, വേണമെങ്കിൽ തുടങ്ങാം. എന്റെ ഭർത്താവിനെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കാന്ന് അറിയത്തില്ല. എന്താ? കറക്റ്റ് സ്ഥലത്താ വന്നേക്കണേ. ചേട്ടന്റെ ഒരു തമാശ. ചേട്ടാ, എനിക്കൊരു നിർബന്ധമുണ്ട്. എന്തോ? എന്റെ ഭർത്താവ് എന്നും എന്നെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യണമെന്ന്. അതിനല്ലേ ഞാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തോ? നമുക്ക് 2 കുട്ടികൾ മതി. 2 കുട്ടികൾ മതി? ചേട്ടൻ ഭയങ്കര നോട്ടിയാ. എനിക്ക് കിട്ടിയേ കൊള്ളായിരുന്നു. എന്ത്? റൂട്ടി. ചേട്ടാ, പിന്നെ എനിക്കൊരു കാര്യം നേരത്തെ തൊട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. എനിക്ക് വേറൊരു വീട് മാറി കിടന്നാലേ ഉറക്കം വരത്തില്ലെന്നേ. നടക്കത്തില്ല, ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. 2 കുട്ടികൾ മതി എന്ന് പറയുന്നു, ഉറക്കം വരത്തില്ല എന്ന് പറയും. ഇത് തമ്മിൽ ചേരത്തില്ല പൊന്നുമോളെ. നടപടിയാവണ കേസല്ലേ. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഐശ്വര്യമായിട്ട് മോളെ കൈകൊണ്ട് ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വന്നാട്ടെ. എടുത്തോണ്ട് വരട്ടെ? എടുത്തോണ്ട് വാ പൊന്നെ. അയ്യോ, ഇന്ന് നോക്കിക്കോ. ആദ്യരാത്രിയായിട്ട് ഒത്തിരി നാളെ കാത്തിരുന്നൊരു സംഭവം. ഞാൻ അടിച്ചു പൊളിച്ചു. കൊച്ചു കള്ളി പറയാൻ മടിച്ച് കത്തെഴുതി വെച്ചേക്കുവാ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തമാണ്. ഈ സമയത്ത് ഇത് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. നീ കെട്ടിയ പെണ്ണിനെക്കുറിച്ച് നിനക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. നിന്റെ ഭാര്യ ഒരു സൈക്കോയാണ്. സംശയമുണ്ടെങ്കിൽ പാല് കൊണ്ടുവരുമ്പോൾ അവൾ നിന്നോട് പറയും, പാലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തരട്ടെ ചേട്ടാ എന്ന്. ചേട്ടാ, പാല് കുടിക്കണ്ടേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല. വേണ്ട, ഞാൻ എണീക്കാം. ഞാൻ എണീറ്റോളാം. എന്തോ ഒരു ലൈക്ക് പോലെ, എന്തോ ഒരു അല്ലാത്ത പോലെ. ഇങ്ങോട്ട് പാല് കുടി ഒന്ന്. പാല് കുടി. ഇവമ്മേ, കത്തില് പറഞ്ഞതുപോലെ ഇവളിന് സൈക്കോ. അതെ, എങ്ങോട്ട് പോണോന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. എനിക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോണം. അതിനകത്ത് ബാത്റൂം ഉണ്ടല്ലോ. ഞാൻ വെളിയിൽ പോയി ചേമ്പലയുടെ പുറത്ത് തെറിപ്പിച്ച് മൂത്രമൊഴിക്കും. എനിക്ക് അതിഷ്ടം. അതെന്ത് വൃത്തിയാണ്. അകത്ത് ബാത്റൂം ഉള്ളപ്പോ എന്തിനാ പുറത്ത് പോയി മൂത്രം ഒഴിക്കുന്നേ? ഞാൻ എന്നാ എനിക്ക് അമ്പലം വരെ പോണം. നിർമ്മാല്യത്തോടെ രാത്രിക്കോ? ആ, അങ്ങനെ ഉണ്ട്. എന്നാ കടയിൽ പോണം. ഞാൻ കടയിൽ പോയി സൂര്യ നമസ്കാരം ചെയ്യേ. എനിക്കൊന്ന് പോണം. ഞാൻ വരുന്നേ. മനുഷ്യൻ പോയത് എന്ത് പറ്റി? പെട്ടെന്ന് വരുവായിരിക്കും. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാന്നേ. പ്രിയപ്പെട്ട ശാലിനിക്ക് കത്തോ? കൊച്ചു കള്ളൻ. പറയാൻ മടിയായതുകൊണ്ട് കത്ത് എഴുതിച്ചിട്ട് പോയതാ. മനസ്സിലാവുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തമാണ്. ഈ സമയത്ത് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. നീ കെട്ടിയ പയ്യൻ സൈക്കോയാണ്. സംശയമുണ്ടെങ്കിൽ നീ പാലും കൊണ്ട് ചെല്ലുമ്പോൾ അവനോട് ചോദിക്കണം, പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തരട്ടെ എന്ന്. എനിക്ക് അപ്പോഴേ
ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയാ ഞങ്ങൾ പറഞ്ഞത്? ഇവിടെ അകത്ത് ബാത്റൂം ഉണ്ടായിട്ട് പുറത്ത് പോയി മൂത്രം ഒഴിക്കണം, ചേമ്പലെ തന്നെ മൂത്രം ഒഴിക്കണമെന്ന്. കടയിൽ പോയി സൂര്യാമസ്തയം എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയില്ലേ. എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടോ, എന്തോ കുഴപ്പമുണ്ട്. ത്രികോണ മധ്യേ ബിന്ദു കുടുങ്ങി ചതുർഭുജ വടിവിൽ തെറ്റി. എന്ത് പാടിയപ്പോ തെറ്റി. എന്ത്? എനിക്കിപ്പോ പാട്ട് പാടാൻ നല്ല മൂടുണ്ട്. എനിക്കിപ്പോ ഒരു മൂടുമില്ല കേൾക്കാൻ. എന്താ എനിക്ക് കേൾക്കാൻ മൂടുണ്ട്. അപ്പൊ ഇനി ഞാൻ പാട്ട് പാടേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇളകിയാലോ? പാടിയേക്കാം. ദേഹത്തിലേ இந்த வாலிபன் முகத்திலே பாவா பக்கமா பக்கமந்த വെക്കണ്ട. നമുക്ക് പാല് കുടിക്കാം. പാല് കുടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു പാല് കുടിക്കാമെന്ന്. ചേട്ടമ്മാ, പാലില് കുറച്ച് വെള്ളം ചേർത്ത് തട്ടെ. പാല് വേണ്ട, മാറ്റിക്ക. പാല് വേണ്ട. പാല് വേണ്ടേ? പാല് വേണ്ട. എന്നാ ആപ്പിൾ എടുത്താലോ? മാറ്റ് മാറ്റ്. ചേട്ടൻ അത് കാത്ത് വെക്ക്. നീ അകത്ത് വെക്ക്. ഞാൻ വെച്ച് കിടക്കാം. 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 എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ തോന്നുന്നു. എനിക്കും അതായിരിക്കും നമ്മുടെ നല്ല. കിടന്നോ? കിടപെണ്ണേ. ചേട്ടൻ കിടക്കാത്ത എന്ത് പേടിപ്പിക്കുവാ? ഇല്ല, നീ കിടന്നോ. മൊത്തത്തെ ഭ്രാന്താണല്ലോ ഈശ്വര. ഇവിടെ മൊത്തം ശരീരത്തെ കയ്യോ ഇതെന്തോ ഇത്? ദൈവമേ, പീതാംബര മാമയി. മാമ എങ്ങനെയാ മാമ ഈ കട്ടിലടി വന്നത്? മോനെ, ഈ കല്യാണമായിട്ട് 2-3 ദിവസം മാമന് ഉറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ. ഭയങ്കര ക്ഷീണമായിരുന്നു, എല്ലാത്തിനും വേണ്ടി ഓടി നടന്ന്. അതുകൊണ്ട് ഒച്ചയും ബഹളവും ഇല്ലാത്ത എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കട്ടിലിന്റെ അടിയിലോട്ട് വന്ന് കയറിയത്. ബെസ്റ്റ്. ആദ്യ രാത്രി കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ ഒച്ചയും ബഹളവും ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ. എടാ, അതൊക്കെ ഓക്കെ. ഇപ്പൊ നിനക്കെന്താ ഒരു വിഷമം? നീ എന്തോ ഒരു ഭയങ്കര വിഷമത്തിലേക്ക് നിൽക്കുന്ന. എന്താണ് നിനക്ക്? വന്നേ, ഈ കത്തൊന്ന് വായിച്ചേ. ഓ മൈ ഗോഡ്! നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഈ കട്ടിലിന്റെ അടിയിലോട്ട് തന്നെ വന്നതല്ല. പിന്നെ നിന്റെ ഭാര്യ എനിക്ക് എന്തോ കലക്കി തന്ന് എന്നെ അതിന്റെ അടിയിൽ കൊണ്ട് കിടത്തിയതാണ്. പറഞ്ഞില്ലേ അമ്മാവ? ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് കാര്യം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓ മൈ ഗോഡ്! യഥാർത്ഥത്തിൽ ഞാൻ കട്ടിലിന്റെ അടിയിൽ തന്നെ വന്നതല്ല. നിന്റെ ഭർത്താവ് എനിക്ക് എന്തോ കലക്കി തന്നു, എന്നെ അവൻ ഇതിനകത്ത് കൊണ്ട് കിടത്തിയതാണ്. എനിക്ക് അപ്പോഴേ തോന്നി അങ്ങേർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എടാ മോനെ, എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് മാമ ശരിയാക്കി തരാം. ആദ്യ രാത്രിയായിട്ട് പാല് കുടിച്ചോ? പാല് ഞാൻ കുടിച്ചില്ല, അവള് കുടിച്ചു. അതെന്തോ പരിപാടിയാണ് മോളെ? ഭർത്താവ് നിൽക്കാൻ നേരത്ത് ഭർത്താവിനല്ലേ ആദ്യം പാല് കൊടുക്കേണ്ടത്? നിന്റെ വീട്ടിൽ ഇതാണോ പഠിപ്പിച്ചു വിട്ടത്? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാ. എന്ത് മിസ്റ്റേക്ക് ആയാലും അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഈ വീട്ടിൽ ഇപ്പൊ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ഓക്കെ? പിന്നെ ബോറടിക്കാതിരിക്കാൻ ഒരു കത്തും കൂടെ ഉണ്ട്, വേണേ വായിച്ചോണ്ടിരുന്നോ. നിനക്ക് കത്ത് എവിടെ കിട്ടി? ചേട്ടന് കത്ത് കിട്ടിയോ? എനിക്ക് കത്ത് കിട്ടി. ആരായി കത്തുകളെ കൊണ്ടുവരുന്നത്? കണ്ടോ? അയ്യോ, പ്രിയപ്പെട്ട പീതാംബര, ഇത് നിനക്ക് നീ തന്നെ എഴുതുന്ന കത്ത്. 62 വയസ്സായ നീ മുതുക്കു മുറ്റടിച്ച് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ പെങ്ങടെ മോൻ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നാൽ നീ അത് സഹിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവർക്കുള്ള പണി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ബിക്കോസ് യു ആർ എ സൈക്കോ. നമ്മൾ രണ്ടുപേരും പെട്ടു ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഞാൻ ചേട്ടന് ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അമ്മാവൻ വരുന്നു. നിനക്കെന്താ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്കല്ല പേടിയുണ്ട്. ഇതെന്തോ അമ്മാവാ? അമ്മാവൻ എന്താ ഈ വേഷത്തില്? ഇതൊന്ന് പിടിക്കൂ. ഒരു സെക്കൻഡ്. ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഇങ്ങോട്ട് നീങ്ങി. മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി പോയി. ബട്ടൺസ് ഒക്കെ കറക്റ്റ്. ഒന്നിന്റെ കരയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു. ആ, കര കറക്റ്റാ. ഇതൊന്ന് നോക്കിയേ. ഇന്ത്യൻ കോഫി ഹൗസിലെ
സപ്ലയറെ കണ്ടിട്ട് അവൻ വിളിക്കുകയാണ് അമ്മാവന്. ഐ ആം എ സപ്ലയർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്. എന്താണോ? പാല് കുടിക്കേ. എനിക്ക് പാല് വേണ്ട. പാല് കുടിക്കാൻ എനിക്ക് പാല് വേണ്ട. ആണോ ആവശ്യമില്ലാതെ എക്സ്പ്രഷൻ ഇട്ടോണ്ട് നിൽക്കുന്നത്? ഇതിനകത്ത് പാലൊന്നും ഇല്ല. പാല് കിട്ടാത്തതുകൊണ്ട് ഗ്ലാസിനകത്ത് വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചതാണ്. നിങ്ങൾ എന്തിനമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സമയത്ത് പ്രോപ്പർട്ടി കിട്ടണ്ടേ? എന്റെ പൊന്നു മാമ, ഇത് എന്തോ ഈ കാണിക്കുന്നത്? പാല് വേണ്ടെങ്കി വേണ്ട. ഒരു മസാല ദോശ എടുക്കട്ടെ? മസാല ദോശ. എനിക്കൊന്നും വേണ്ട. വട ഫ്രീ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. 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 ഒരു മസാല ദോശ ആവാം. മസാല ദോശ ആവാം. ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്കൂ. മുടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒതുക്കി വെക്കും. ഇതൊക്കെ കറക്റ്റ് അല്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിനക്ക് മസാല ദോശ കൊണ്ട് തരാനായിട്ട് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർ അല്ല. ഇയാളെന്തോ ഈ കാണിക്കുന്നത്? വിളിക്കല്ലേ. നേരെ നിൽക്കൂ. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. തലയൊന്ന് ചരിക്ക്. കല്യാണ പന്തലിൽ വെച്ചിട്ട് എനിക്ക് അനുഗ്രഹം തരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ചു. മോൻ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കാവോ? മാമൻ പറയുന്നത് കേൾക്കണം. പറഞ്ഞ മാമ, പെട്ടെന്ന് പറ മാമ. ഹാപ്പി ജേണി. എങ്ങോട്ട്? നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പുള്ളി. ഹണിമൂണാ? യെസ്. ഹണിമൂൺ ടിക്കറ്റ് വെച്ചേക്കാണ്. ടിക്കറ്റ് ഒക്കെ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രാങ്കാ. ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അമ്മാവ് ഉണ്ടാക്കി വെച്ച ഒരു സംഭവം അല്ലേ? അതെ അതെ. ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ? അല്ല, അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അല്ല, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? അല്ല, ഇവിടുന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. എന്ത് പറ്റി? അവിടെ ഞാൻ മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട്. മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വെച്ചാ മൈൻ ബോംബ്. ഈ അവിടുന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒറ്റപ്പൊട്ട് പൊട്ടിത്തെറിക്കും. അമ്മാവ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ മകനെ പോലുള്ള ഒരു വ്യക്തിയല്ലേ അത്? അതെ, ഭയങ്കര മോശമായി പോയി. പിടിക്കോ. സോറി, എന്റെ ഭാഗത്ത് തെറ്റാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ആദ്യ രാത്രി തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, പതുക്കെ കാലെടുത്ത് മാറ്റി. ഞാൻ വെച്ചോളാം. പതുക്കെ പതുക്കെ മാറ്റി, പതുക്കെ മാറ്റി. ഓക്കെ, നീ രക്ഷപ്പെട്ടില്ലേ? ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ. യുവർ ആദ്യ രാത്രി കണ്ടിന്യൂ. അതങ്ങനെ അമ്മാവനെ ചവിട്ടിരിക്കുമ്പോ നമ്മളങ്ങനെ ആദ്യ രാത്രി ഇവിടെ? ഞാനിവിടെ ചവിട്ടി നിൽക്കുവാണല്ലോ. അപ്പൊ എനിക്ക് റൂമിൽ നിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യ രാത്രി കണ്ടിന്യൂ ഉണ്ട്. നല്ല സ്കിറ്റായിരുന്നു. നല്ല അമ്മാവനും എല്ലാം നസീർക്കാം. കുഴപ്പമില്ലായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ്, അതായത് നിങ്ങൾ ആ ലെറ്റർ വായിക്കുന്നത് രണ്ടുപേരും മാറി തിരിഞ്ഞ ലെറ്റർ വായിക്കുന്നില്ലേ? ആദ്യം ഭർത്താവ് വായിക്കുന്നു, ഭർത്താവ് പോയതിന് ശേഷം വൈഫ് എടുത്ത് വായിക്കുന്നു. അവിടം വരെയും നല്ല രസമായിരുന്നു സാധനം. പിന്നീടാണ് ഒരു ഫസ്റ്റ് ഹാഫ് വരെ മാക്സിമം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് സംഭവം വലിയായിരുന്നു. പിന്നെ എങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു തോന്നലായിപ്പോയി. അമ്മാവനും മരുമോനും ഭാര്യയും, പിന്നെ ഭാര്യയ്ക്ക് ഡയലോഗുകളൊന്നുമില്ല. അതായത് കട്ടലിനടിയിൽ നിന്ന് കുമ്പാരി എണീറ്റതിന് ശേഷം പിന്നെ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനില്ല, കാര്യങ്ങൾ മാത്രമേ ആ ഏരിയ പറഞ്ഞു പോയുള്ളൂ. അപ്പോൾ അത് മാറ്റിയെടുക്കണം നമുക്ക്. അടുത്ത പ്രാവശ്യം എന്തായാലും തമാശകൾ നിറച്ചേ പറ്റൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മനു, സഞ്ചിത, രാജേഷ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇതുവരെ അങ്ങനെ അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു റൂട്ടൊന്ന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി. ഒരു പരിധിവരെ നിങ്ങളത് വിജയിച്ചിട്ടുണ്ട്. കാരണം ഇത് അങ്ങ് തീരെ എന്താ പറയുന്നത്, മോശം സ്കിറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില കൺഫ്യൂഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ കട്ടിലടിയിൽ കിടന്നിട്ട് ഇവർ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും നല്ലൊരു ഹ്യൂമർ അതിലേക്ക് കയറി വരും, അവിടെ തൊട്ടിട്ട് ഇതൊന്ന് ഗ്രാഫ് ഒന്ന് ഉയരും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് കയറി നിന്നിട്ട് ഗ്രാഫ് ഒരു എവിടെയൊക്കെയോ കുറച്ചൊന്ന് താഴെ പോയ പോലെ തോന്നി. അത് നിങ്ങൾക്ക് തന്നെ കളിച്ചപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടക്കത്തിലൊക്കെ നല്ല ചിരിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഡ്രാമ കാണുന്നത് പോലെ നമ്മളങ്ങനെ കണ്ടിരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. നല്ല രസമായിട്ട് തന്നെ നിങ്ങൾ 3 പേരും പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷണങ്ങൾ നല്ലതാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഇച്ചിരി ഹൈ റിസ്ക് ആയിപ്പോയി. എന്നാലും അറ്റംപ്റ്റിന് പ്രത്യേക അഭിനന്ദനം. താങ്ക് യു. ആദ്യ രാത്രിയിലും അതുപോലെ തന്നെ നമ്മുടെ കോമഡി സ്കിറ്റുകളിലും ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു കോമഡി സൈക്കോ ത്രില്ലറായി മാറേണ്ട ഒരു സാധനം വരുന്നത്.
കുമ്പാരിയുടെ ആ ക്യാരക്ടർ വന്നതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ എന്താണ് ആ ഒരു സാധനത്തിൽ വന്നതിന് അതിന് ഹ്യൂമറേ ഉണ്ടായിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കോസ്റ്റ്യൂം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഹ്യൂമറുടെ കുറവൊന്നുമല്ല, അതിനകത്ത് ഹ്യൂമറേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നിന്ന് കളിച്ച് ഈ പേപ്പർ വായിക്കുന്ന ലെറ്റർ വായിക്കുന്ന അവിടം തുടങ്ങി അവിടം വരെയും കറക്റ്റ് പാക്കിംഗ് ആയിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ ഗംഭീരമായ കോണ്ടന്റ് കൊടുത്തിട്ട് അതിനകത്ത് നല്ല ഹ്യൂമറുകൾ നിറച്ച് ക്ലൈമാക്സ് അടിച്ച് പോകുന്ന രീതിയിൽ വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്സ്? ഞാനൊരു 8,000 രൂപ. 8,000 രൂപ. ചേട്ടാ? ഞാനും 8,000. 16,000 രൂപ. ഇത് കൂടെ ചേട്ടാ അയച്ചോ. ബാക്കി എനിക്ക് പേടിയാണ് സൈക്കോടെ നിൽക്കണ. ഞാൻ അഴിച്ചു വിടാം. ടോട്ടൽ 30,000 രൂപ. ഇതല്ല നമ്മുടെ ഇവിടുത്തെ എമൗണ്ട് അറിയാലോ. അടുത്ത പ്രാവശ്യം ഉഗ്രൻ ഐറ്റമായിട്ട് വരണം. ഓക്കെ, അപ്പൊ നിനക്കറിയാം ഞാൻ മേശ വിളക്കുവാന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വർക്കൗട്ട് ചെയ്യുവാന്ന്. നിന്റെ അച്ഛൻ അച്ഛനെ വിളിച്ചോണ്ടല്ലേ? അച്ഛനെ വിളിച്ചാലും കിട്ടൂല. 399 രൂപയ്ക്ക് റീചാർജ് ചെയ്താലും ഇനി അച്ഛനെ വിളിച്ചാൽ കിട്ടും. അല്ല പിന്നെ നിങ്ങൾ കഴിച്ചാ? ഞാൻ പുറത്ത് വെച്ച് കഴിച്ചു. സാധാരണ നമ്മളൊക്കെ വായിൽ വെച്ചാട്ട് കഴിക്കണത്, ആദ്യമായിട്ടാണ് ഒരാൾ പുറത്ത് വെച്ച് കഴിക്കണല്ലോ. ഞാൻ പുറത്ത് വെച്ച് കഴിച്ചെന്നില്ല, ഞാൻ പുറത്ത് പോയി കഴിച്ചെന്ന്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ച്. നിങ്ങളുടെ ഭാര്യ എവിടെ ഒരുത്തി ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടോ? ഞാൻ കഴിച്ചോന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചോ മനുഷ്യ? നിങ്ങൾ ചോദിച്ചോ ഞാൻ കഴിച്ചോന്ന്? ഒന്ന് നിങ്ങൾ ചോദിക്ക്, ഒന്ന് ചോദിക്ക് മനുഷ്യ അങ്ങോട്ട്. നീ കഴിച്ചോ? ഞാൻ കഴിച്ചാലെന്താ, ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ? നിങ്ങളെ പുറത്തെ മൂക്ക് മുട്ട അടിച്ച് കയറ്റി തിന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കണം ഞാൻ കഴിച്ചാൽ. നിങ്ങൾക്ക് നോണുണ്ടോ? പക്ഷെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇട്ടേക്കുന്നുണ്ട് ഉടുപ്പല്ലെന്ന്, ഉളുപ്പ്. വെറുതെ ആവശ്യമില്ലാതെ വഴക്കിന് വരരുത്. എനിക്ക് നമ്മുടെ നാടൻപാട്ട് സംബന്ധിച്ച റിഹേഴ്സൽ തുടങ്ങാനുള്ളയാ. നാടൻ പാട്ടുകാരന്റെ പേരെന്തരായിരുന്നു? ടിൻഡു. ഒരു നാടൻ പാട്ടുകാരന്റെ പേര് ടിൻഡു. ഒരു നാടൻ പാട്ടുകാരനൊക്കെ പറയുമ്പോ പേര് കേൾക്കും, ഒരു ഗുമ്മ വേണ്ടേ? ഗുമ്മ് കേൾക്കുമ്പോ ഗുമ്മുണ്ടാക്കാനേ ഞാൻ എന്റെ പുറകിന്റെ പേരിലൊരു ഗുമ്മ അങ്ങോട്ട് ഇടാം. ടിൻഡു ഗും. അയ്യോ എന്റെ പൊന്ന് ചേച്ചിമാരെ, നിങ്ങൾ കേക്കണം. കഴിഞ്ഞ വർഷത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇങ്ങേർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ച് എന്തിര് നമ്മളെ നാടൻ പാട്ട് 350 പേര് കാണാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രം കൈയടിച്ച്. ഒരാളെങ്കിലും എന്നെ അംഗീകരിച്ചല്ലോടി. അംഗീകാരം എന്തൊക്കെ കണ്ടിട്ടടാ കൈയടിച്ചെന്നും പറഞ്ഞോണ്ട് കമ്മറ്റിക്കാരെ അവൻ എടുത്തിട്ട് അടിച്ചു. മനുഷ്യ മര്യാദക്ക് നിർത്തിക്കോ നിങ്ങളുടെ നാടൻ പാട്ട്. ആഴ്ച ലോൺ ഈ ആഴ്ച കൂടെ അടച്ചില്ലെങ്കിലേ ആ പെണ്ണി വീട്ടിൽ കയറി താമസിക്കും. അവൾ ഇവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊക്കോ. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്? എന്നാൽ നിങ്ങൾ പൈസ അടക്കൂലല്ലേ? അടുത്ത പരിപാടിക്ക് നിന്റെ അച്ഛനും കൂടെ വിളിക്കണം കേട്ടോ. നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനെ വിളിക്കണത് പോരെ, ഇനി എന്റെ അച്ഛനെ കൂടെ വിളിക്കണോ? അതല്ലെന്ന്, നിന്റെ അച്ഛനെ പരിപാടി ചെയ്യാൻ വിളിക്കണോന്ന്. അയ്യോ എന്റെ അച്ഛന് നാടൻ പാട്ട് അറിഞ്ഞൂടാ. അയ്യോ പാടാനില്ല, വേഷം കെട്ടാൻ. അപ്പൊ എന്റെ അച്ഛൻ വേഷം കെട്ടാനാ? ഒന്നും അറിയാത്ത പോലെ. നിന്റെ അമ്മ എപ്പോഴും നിന്റെ അച്ഛനോട് എന്തുവാ പറയുന്നത്? മനുഷ്യ വേഷം കെട്ടേ നിർത്താൻ, നിങ്ങളെ വേഷം കെട്ടി ഇവിടെ എടുക്കലെന്നല്ലേ? ആ വീട്ടിൽ കാണിക്കുന്ന വേഷം കെട്ടി സ്റ്റേജിൽ വന്ന് കാണിക്കാറുണ്ടല്ലോ, 5 പൈസ കിട്ടും. അല്ല ബെസ്റ്റ് ആളാണ് ഈ പറയണത്. അല്ലെങ്കിലേ നിങ്ങൾ ജോലിക്കും കൂലിക്കും പോലെ വേഷം കെട്ടി നടക്കണമെന്നാണ് നാട്ടുകാർ പറയണത്. അതെങ്ങനെ ബോധം പോയില്ലേ? ഗോതമ്പ് പോയതോ? അത് പിന്നെ റേഷൻ കടയിൽ നിന്ന് വരുന്ന വഴിക്ക് സഞ്ചി ഓട്ടയായിരുന്നു, അതുകൊണ്ടാ ഗോതമ്പ് താഴെ പോയത്. കേട്ടോ മണ്ട ശിരോമണി, ഗോതമ്പ് പോയെന്നല്ല ബോധം പോയെന്ന്. എന്റെ ബോധം പോയാ? അപ്പൊ എനിക്ക് ബോധമില്ലായിരുന്നടി. എത്ര കൊല്ലം ബോധം പോയിട്ട്? 5 കൊല്ലം. 5 കൊല്ലം ഞാൻ ബോധമില്ലാത്തവനായിരുന്നല്ലേ? ഈ 5 കൊല്ലം എനിക്ക് ബോധമില്ലാത്തോണ്ടായിരിക്കും 4 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ കെട്ടാൻ സമ്മതിച്ചത്. 6 കൊല്ലം മുമ്പങ്ങാണ് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മനുഷ്യ എന്റെ വാക്കാത്തിരിക്കുന്നത് നിങ്ങൾ കേക്കും. ഹലോ എടാ, നിനക്ക് ഈ മാസം പരിപാടി വല്ലതും ഉണ്ടോടാ? ഈ മാസം പരിപാടി ഇല്ലടാ. അടുത്ത മാസം ബുക്കിംഗ് വല്ലതും ആയോ? അടുത്ത മാസം ബുക്കിംഗ് ഒന്നുമില്ല. കാര്യം വിളിച്ചു പറയടാ. അല്ലടാ, എനിക്ക് 2 മാസത്തെ ഒരു പെയിന്റിങ്ങിന്റെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു, നിനക്കൊന്ന് വരാവോ? വെച്ചിട്ട്
പണിക്ക് വിളിക്കുന്നവനെ. എന്താ നാര് എടി നമ്മുടെ ആ ചെക്കനെ സതീശനില്ലേ, അവനാ പ്രോഗ്രാമില്ല, അവന്റെ കൂടെ പണിക്കില്ല. ഓ, പണിക്ക് വിളിച്ചത് ഇപ്പൊ കുറ്റം. ലോണുകാർ വന്ന് അച്ഛൻ വിളിക്കുമ്പോ ഒരു കൂസലുമില്ല. എന്താ സന്തോഷം. അല്ലെങ്കിൽ തന്നെ എന്റെ വിധി അല്ലാതെ. ഇന്ത്യ വരം പോലെ രഘുളോള്, ഇന്ദ്രധനുസിൽ പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചുണ്ടിൽ വിരിയും കരിക്കിൻ മുള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എടി ഈ സീസൺ നമുക്ക് പരിപാടി കിട്ടും, നമ്മള് തകർക്കും, പൈസയും കിട്ടും. നടന്നാ മതിയായിരുന്നു. പൈസ കിട്ടിയിട്ട് എന്തിനടി നടക്കണം, ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയപ്പോട്ടെ. നമസ്കാരം, ഞാൻ കമ്മിറ്റി പാടത്തുനിന്ന് വരെയാണ്. പാടത്തുനിന്ന് വരെ താനെ ഞാൻ വെള്ളക്കൊക്കോ. ശരിയേ, ഞാൻ പോവാണേ. ശരി ശരി ശരി. പോന്നെ, ഒരുപാട് പ്രതീക്ഷയായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോ അതെല്ലാം തീർന്നു. കുട്ടി വന്ന കാര്യം പറയൂ, വന്ന കാര്യം പറഞ്ഞു. ചേട്ടാ, എനിക്കൊരു നാടൻ പാട്ട് പാടാൻ അവസരം തരോ? ഒരു ജോലി ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇവിടെ ജോലി മിക്കവാറും അതൊക്കെ നടക്കത്തുള്ളൂ. അല്ല, മുന്നോട്ട് ജീവിക്കണമെന്നുള്ള താല്പര്യമാണല്ലോ കുട്ടി ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അല്ല, കുട്ടിക്ക് നാടൻ പാട്ടിനോട് താല്പര്യം എന്താണ്? മണിച്ചേട്ടന്റെ പാട്ട് കേട്ട് വളർന്ന ആർക്കാ ചേട്ടാ നാടൻ പാട്ട് ഇഷ്ടമല്ലാത്ത? അത് ശരിയാ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പള്ളി കറി മീൻ ചെമ്മീനെ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. അടിപൊളി. അല്ല കുട്ടി, ഇതിനു മുമ്പ് ഏത് സമ്മതിയിലായിരുന്നു? സുമതിയോ? അതാരാ ചേട്ടാ? സുമതിയല്ല, ഏത് സമ്മതിയിലായിരുന്നു? സമ്മതി അത് നിറനിലാവ് നാട്ടുകൂട്ടം പിറവ. അല്ല, അവിടുന്ന് പോന്നത് ബസ്സിന്നാണ് വന്നത്. അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തന്നല്ല, അവിടുന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചതാ. അത് ചേട്ടാ, ഇപ്പൊ ഞാൻ ഇവിടെ അടുത്താണ് താമസം, അതുകൊണ്ടാ. കുട്ടി, നമ്മൾ ഇവിടെ പാടുന്നത് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ്. ഉദാഹരണത്തിന്, പടക്കള്ളൻ തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, ഇഷബഹുകേമമാണല്ല, നല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ തകർത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ തകർത്താതെ. ഇങ്ങനത്തെ പാട്ടുകൾ. ഓ, അടിപൊളി. ഞാൻ ഫ്യൂഷൻ സോങ് ആണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി ഫാഷനാണ്. ഓ, ഫാഷൻ അല്ല, ഞാൻ ഫ്യൂഷൻ സോങ്സാ പാടാറുള്ളത്. എന്നാ ഒരു പാട്ട് പഠിക്കൂ കുട്ടി. ഇപ്പൊ പാടാമേ. Ready, 1, 2, 3, start. തന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, തന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. മനുഷ്യ അറിയില്ലടാ. നമ്മൾ സമനിലൂടെ പാട്ട് പാടാമെന്ന കൊച്ചാടി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അനക്കൊല്ല കുഴപ്പമുണ്ടാ നോക്കി. കുഴപ്പമുള്ളവളെ ഇവളിവിടെ നിർത്തത്തില്ല, ഇതെന്റെ ഭാര്യയാണ്. എന്താ? കാരണം ഒരു വീട്ടിൽ 2 കുഴപ്പക്കാർ വരാൻ പറ്റത്തില്ലല്ലോ. കുഴപ്പക്കാരൻ ഞാൻ. കറക്റ്റ് അല്ലേ? മറക്കരുത്. പിന്നെ ഇവിടെ ഒന്നും ശരിയാവൂല. ഇവിടെ സമ്മതിയേ ആവശ്യമില്ല. അപ്പോഴാണ് കൊച്ചിനെ പോണ്ടേ അങ്ങോട്ട്. സമ്മതി ആവശ്യമില്ലെന്നാ? എനിക്ക് സമ്മതിയൊന്നും വേണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് 1.5 മണിക്കൂർ നിന്നങ്ങ് പാടും. 1.5 മണിക്കൂറോ? എന്നിട്ട് ഞാൻ 1.5 മണിക്കൂർ നിന്ന് പാടുമ്പോഴത്തേക്ക് നേരം വെളുക്കും. കമ്മിറ്റിക്കാർ ഉറങ്ങാനും പോവും. ആ സമയം നോക്കി ഇങ്ങനെ വീട്ടിലും വരും. സംസാരിക്കടാ. പറഞ്ഞോ. നമ്മുടെ സാധാരണ സമിതി കൂട്ടല്ല, നമ്മുടെ എല്ലാ പാട്ടിനും ദൃശ്യാവശിഷ്ടങ്ങളുണ്ട്. കുട്ടി മയിലാട്ടം കണ്ടിട്ടുണ്ടോ? അത് നമ്മളെ ജയറാമേട്ടന്റെ സിനിമ. അടിപൊളി സിനിമ. നമ്മളെ മമ്മൂക്കാരെ സിനിമ. പുലിയെ പിടിക്കാനായിട്ട്. അയ്യോ, പുലിയെ പിടിക്കാൻ പോയ നമ്മളെ ലാലേട്ടൻ മറ്റേ പുലിമുരുക സിനിമയല്ലേ? ഇപ്പൊ മനസ്സിലായി ആദ്യത്തെ സമിതി എന്തുകൊണ്ടാ പറഞ്ഞു. തന്നെ അതുകൊണ്ട് ഈ പെണ്ണിനോട് ആശയല്ലേ പോണേ. എന്നെ പറഞ്ഞോളല്ലേ ചേച്ചി, എന്റെ വീട്ടില് മുഴുവൻ പട്ടിണിയായിരുന്നു. സമിതി പാടാൻ ചെന്നതിന് ശേഷം എന്റെ ജീവിതം ഒന്നും മെച്ചപ്പെട്ടത്. ചേച്ചി എന്നെ സമിതി വിളിക്കണം ചേച്ചി, പ്ലീസ് ചേച്ചി, അല്ലെങ്കിൽ ഞാൻ പട്ടിണിയായി പോകും ചേച്ചി, പ്ലീസ്. ഈ സമിതിയിൽ വന്നാലും വന്നില്ലേലും പട്ടിണി തന്നെ. കുട്ടി പേടിക്കണ്ട. ഈ വർഷം മുതൽ എന്റെ ഐഡിയയിലാണ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് പരിപാടി ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. അതെന്താ? ഇങ്ങനെ ഐഡിയ ഇല്ല, അത് തന്നെ താനെ പൊളിഞ്ഞോളും. ആരും മെനക്കെട്ടൊന്നും പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിക്കടാ.
അത് ഓർമ്മയിരിക്കും കേട്ടോ. എടി നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, നിനക്കറിയാത്തോണ്ടാ എന്റെ കാരണന്മാരൊക്കെ വെടക്കായിരുന്നു. നിങ്ങളുടെ കാരണന്മാര് മാത്രല്ല നിങ്ങളും വെടക്കി. അതല്ല, എന്റെ കാരണന്മാര് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പാട്ടുപാടി നടന്നവരാ. അത് സത്യമാണ് കേട്ടോ ഇങ്ങേര് പറഞ്ഞത്. ഇങ്ങേരെ കാരണന്മാര് ട്രെയിനിൽ കയറി തെക്കേ വടക്കേ എന്നും പറഞ്ഞോണ്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കും. അതാണ് ഇങ്ങേര് പറഞ്ഞത്. എടോ തനിക്ക് താളം തെറ്റാതൊരു പാട്ട് പാടാൻ പറ്റുമോ? തനിക്ക് താളം തെറ്റാ പിടിച്ചോ. കുറുംകുട്ടി ചാത്താ നീ, കുറുപടിക്കാരാ നീ, കുറുവടി കിലുകിലുങ്ങണ താളം തല്ലി നീ വാ മകനെ. കുറുംകുട്ടി ചാത്താ നീ, കുറുവടിക്കാരാ നീ, കുറുവടി കിലുകിലുങ്ങണ താളം തല്ലി നീ വാ മകനെ. സ്റ്റേജിപ്പാടിയുണ്ടല്ലേ, നാട്ടുകാരൊക്കെ എണ്ണയ്ക്കും തുള്ളും. ആ നിങ്ങളിങ്ങനെ പാടി കഴിഞ്ഞാൽ നാട്ടുകാർ ഇളകി തുള്ളിക്കൊണ്ട് വരും നിങ്ങളെ കൊല്ലാൻ. ചേട്ടാ അടിപൊളി പാട്ട്, ഒരു രക്ഷയില്ല. അണ്ണേ നിങ്ങളെ പാട്ടിന് മാർക്ക് ഇടാനാടി ഇങ്ങോട്ട് വന്നത്? കൂടുതൽ സംസാരം ഒന്നും വേണ്ട, പോവാൻ നോക്ക്. എടി നിനക്ക് ഇതൊക്കെ വരുന്നത് നിനക്ക് ഈഗോ അടിക്കുവാ. എനിക്ക് ഈഗോ മാത്രമല്ലേ അടിക്കണുള്ളൂ. നിങ്ങൾ പോയി പരിപാടി അവതരിപ്പിക്കുമ്പോ നാട്ടുകാർ നിങ്ങളെ എടുത്തിട്ട് അടിക്കണില്ലേ? എടി നിനക്കറിയാത്തോണ്ടാ. ഈ നാടൻ പാട്ട് പറയുന്നത് ഒരു മഹത്തായ കലയാണ്. അത് നിനക്കറിയാവോ? എനിക്കറിയാം. നിങ്ങൾക്കറിയാവോ? പിന്നെ ഇന്നലെ കൂടല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇത്ര പെട്ടെന്ന് മറക്കുവോ? മനുഷ്യ മര്യാദക്ക് നടത്തിക്കോ. നിങ്ങളുടെ പാത്തും കൂത്തും കൂത്തും പാത്തും ആട്ടും കൂട്ടും. ഞാൻ പാട്ട് നിർത്തിക്കോളാം. ആ മര്യാദക്ക് നിർത്ത്. ഇവിടെ പറഞ്ഞോട് പോ പോ. എടി നീ എന്തുവാടിയാ കൊച്ചു വന്നപ്പോ തൊട്ട് ഈ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞുവിടാ ഇത്ര നിർബന്ധം? എന്റെ പൊന്നു കൊച്ചേ, പണ്ട് നീ ഇപ്പൊ ഇങ്ങനെ സമിതിയിൽ ഒരു അവസരം ചോദിച്ചു വന്നില്ലേ, അതുപോലെ വന്നതാണ് ഞാൻ. ഞാനിപ്പൊ ഇങ്ങേരുടെ ഭാര്യയായി. അതുകൊണ്ടേ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കൂലേ. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? പച്ചക്കറിക്കായ തട്ടിൽ ദൈവമേ. നല്ലൊരു കയ്യടി ആവാം. ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ വേറൊരു ടീം അല്ലേ? അതെ അതെ. ബിജുക്കുട്ടൻ ചേട്ടാ, സൈന്ധവേ, അനന്യ, ദേവി, എന്ത് പറ്റി? തമാശ ഇത്തിരി കുറഞ്ഞു പോയല്ല. നല്ല അവതരണമൊക്കെ ആയിരുന്നട്ടാ, നല്ല അവതരണം. പിന്നെ പാട്ട് നിങ്ങൾ നന്നായിട്ട് പാടിയട്ടാ. 2, 3 ദേവി പാടിയില്ല എന്നോളേ. ദേവി പാടിയില്ല. അനന്യ നന്നായിട്ട് പാടി, സൈന്ധവും നന്നായിട്ട് പാടി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? രണ്ടുപേരും പഠിച്ചിട്ടില്ല. ദേവി പഠിച്ചിട്ടുണ്ടോ? കുറച്ച് കൂടുതലുണ്ടല്ലോ, നാടൻ പാട്ട് സമിതിയൊക്കെ ആണല്ലോ. അപ്പോൾ പാട്ടൊക്കെ നന്നായി, പക്ഷെ തമാശകൾ ഇത്തിരി കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. 3 പേരും നന്നായിട്ട് നല്ല അവതരണം വരുന്നുണ്ടോ, നല്ല ഹൈ റേഞ്ചിൽ കളിച്ചിട്ടുണ്ട്. 3 പേരും നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അനന്യ വന്നിട്ടാണെങ്കിലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ദേവിയും പിന്നെ സൈന്ധവും നിലനിന്ന് കളിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. പക്ഷെ തമാശയുടെ ഇത്തിരി കുറവ് എല്ലായിടത്തും കണ്ട്. ക്ലൈമാക്സ് അത്യാവശ്യം നന്നായിരുന്നു. കാരണം ഇയാളുടെ വൈഫിനെ എങ്ങനെയാണ് കല്യാണം കഴിച്ചെന്നുള്ളത് ഞങ്ങൾ കരുതിയാക്കണത് കല്യാണം താലി കെട്ടി നല്ല ഉറപ്പിച്ച് അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇയാൾ ഇവിടെ പഠിക്കാൻ വന്നൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അതിലും വലിയ തമാശയാണ് എനിക്ക് തോന്നുന്നത് അനന്യ കാണിച്ചതെന്ന് പറഞ്ഞിട്ടാ. കാരണം ഇത് നന്നാവേ ഇല്ല. അത് പറഞ്ഞെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതി. അപ്പോൾ ക്ലൈമാക്സ് നന്നായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളും കൂടി അവിടെയും കൂടി തമാശകളുണ്ടായിരുന്നെങ്കിൽ വൻ ഉഗ്ര ഹിറ്റായേനെ. നല്ല സ്കിറ്റായേനെ, നല്ല ഹിറ്റായിട്ടുള്ള സ്കിറ്റായേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടന്മാരോട് ഇനി പറയണം എഴുതി തരുമ്പോൾ. കാരണം ഇത്തിരി ദൈർഘ്യമൊക്കെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ മുൻകരുതൽ വേണം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുവാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. ബിജുക്കുട്ടൻ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞാൽ അതിനപ്പുറം വേറെ പറയാനായിട്ട് എനിക്കില്ല. കാരണം കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത്. ഇനി വേറെ അതിനകത്തുള്ള ചിരിക്കാനുള്ള പോർഷൻസ് എന്ന് പറയാനും ഇല്ല. പിന്നെ ഈ ഭാര്യ ഭർത്താവിൻ്റെ വഴക്ക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കുറച്ച് ഹ്യൂമർ ഉണ്ടാക്കാവുന്ന സാധനമാണ്. കുറച്ച് ഹ്യൂമർ നിങ്ങൾ തമ്മിലുള്ള കലവിലയൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ഇവരുടെ പെർഫോമൻസിന് നമുക്ക് യാതൊരു കുറ്റവും പറയാനില്ല. പാട്ട് തന്നായിരുന്നു. പിന്നെ പുതിയ സ്റ്റൈലുള്ള പാട്ടുകളും പുതിയ കാലഘട്ടത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്തു. അതെല്ലാം കൊള്ളാം. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെണ്ടയോ ഒരു ഋതമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം കുറച്ചുകൂടെ കളർഫുള്ളായനെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീര ഒരു സ്കിറ്റുമായിട്ട് വരിക കേട്ടോ. പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടല്ലോ. പിന്നെ ബാക്കി നിങ്ങൾക്ക് നല്ല സ്കിറ്റ് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് പറ്റിയത്. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. നസീർക്ക,
നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ഈ നാടൻ പാട്ട് ഇപ്പം നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. എല്ലാ അമ്പലങ്ങളിലും നാടൻ പാട്ടും കൈകൊട്ടിക്കളി ഇതൊക്കെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. ഓളം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ത്രെഡ് എടുത്തത് നല്ല ത്രെഡാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണല്ലോ നമ്മുടെ ഏരിയ തമാശയാണല്ലോ. ആ ഏരിയയിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ സംഭവിച്ചതേ ഉള്ളൂ. അവതരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചെറിയ കുട്ടികൾ 2 ടീമും നല്ല രീതിയിൽ അവർ അത് അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അവിടെ ക്ഷാമം വരുന്ന ഈ ചിരിയുടെ ക്ഷാമം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആക്ടിങ്ങിൽ നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ലെവൽ കൂടി വരികയാണ് നിങ്ങളെല്ലാവരും കേട്ടോ. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനം കൂടെ കൈ കിട്ടിയാൽ നിങ്ങൾ വെച്ച് പൊരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഗ്രൂമേഴ്സിനോട് പറഞ്ഞിട്ട് ചിരിക്കാനുള്ളത് കൂടെ ഇട്ട് നല്ല കണ്ടന്റ് ആകുമ്പം ആ കൂട്ടത്തിൽ നല്ല ചിരിക്കാനൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാകും. അത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അത് പറയണം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു കുഴപ്പവും ഞങ്ങൾ കാണുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം നമുക്ക് നമ്മുടെ ഈ സമിതിക്ക് എത്ര മാർക്ക് കൊടുക്കുക? ആരാണ് ആദ്യം കൊടുക്കുന്നത്? എത്ര രൂപ കൊടുക്കും? മാർക്ക് കിട്ടുമ്പോൾ ഇവര് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന പോലത്തെ മാർക്ക് കിട്ടാൻ ഇവരും പ്രതീക്ഷിച്ചാണ് വരുന്നത്. പക്ഷേ അതിന്റെ കുറവ് വരുന്ന എന്തിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ മാർക്കും ഇതുമായിട്ട് നിങ്ങളുടെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യേണ്ട. മാർക്ക് നമുക്ക് കിട്ടാത്ത ചിരിയുടെ ഇതായിട്ട് കണ്ടെച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ ആദ്യം തരാം. ഒരു 5000 രൂപ അങ്ങോട്ട് തരികയാണ്. 5000 രൂപ. ഞാനും ഒരു 5000 രൂപ കൊടുക്കാം. 10000 രൂപ പ്രസാദ് അയച്ചോ. സമിതിക്കുള്ള മാർക്ക് സമിതി ടോട്ടൽ 15000 രൂപ. അടുത്ത പ്രാവശ്യം പിടിക്കാം. സനിപേട്ടനോടും ഗ്രൂമേഴ്സിനോടും പറയണം ഞങ്ങൾക്ക് നല്ലോണം ചിരിക്കും. ഇവിടെ വന്ന് ജഡ്ജസും ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിച്ച് മറിയുന്ന തരത്തിലുള്ള സ്കിറ്റ് വേണം. ഓക്കെ. നിങ്ങളും കൂടെ കൗണ്ടർ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കൗണ്ടറൊക്കെ പറയണം. എനിക്കറിയാം നിങ്ങൾ കൗണ്ടർ പറയുന്നത്. എന്നാ പോട്ടെ, ഞാനല്ല നിങ്ങളാ പോട്ടെ. ബൈ ബൈ ടാറ്റ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞു ഗൈസ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.